വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഓണം വെക്കേഷനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു പ്ലേസ് എന്ന് പറയുന്നത് വർക്കലയായിരുന്നു. വർക്കല നമ്മൾ ഒരു ദിവസം നൈറ്റ് ഫുള്ള് സ്പെൻഡ് ചെയ്തു. വർക്കല ബീച്ച് നൈറ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വർക്കല വിട്ടത്. അങ്ങനെ നമ്മൾ വർക്കലയിൽ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് ക്ലിപ്സ്, നമ്മൾ എൻജോയ് ചെയ്തതിൻ്റെ ചെറിയ ചെറിയ കുറച്ച് പാർട്സ് നമ്മൾ വീഡിയോ ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ വർക്കല ബീച്ചിലോട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ആണ്ടുബലി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ ബീച്ചിലേക്ക് ഈ എന്തോ കുടത്തിനകത്ത് അവരുടെ ആചാരപ്രകാരം അങ്ങനെ ഒഴുക്കി വിടുന്ന കുറേ പേരെ കണ്ടു. അതുപോലെ തന്നെ കുതിര സവാരി ഉണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 4-4:30 ആയപ്പോഴാണ് വർക്കല ബീച്ചിലേക്ക് എത്തിയത്. നമ്മൾ കുറേ സമയം ആ ബീച്ചിൻ്റെ സൈഡിൽ സ്പെൻഡ് ചെയ്തു. നല്ല ഭംഗിയായിട്ട് നല്ലൊരു റിലാക്സ് ചെയ്തെടുക്കാൻ പറ്റി. നമുക്ക് ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇടുമ്പോൾ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ നമ്മുടെ മൈൻഡൊക്കെ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവും ആക്ച്വലി. പിന്നെ അവിടെ ഒരുപാട് ഭയങ്കര തിരക്കായിരുന്നു ആക്ച്വലി. ആ ബീച്ചിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉള്ളിലോട്ട് ഇറക്കി വിടുന്നുണ്ടായിരുന്നില്ല. അവർ കയറ് കെട്ടി എന്തോ ഒരുപാട് വെള്ളം കയറി വരുന്ന സമയമായതുകൊണ്ട് തൊട്ട് ഇറക്കി വിടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ കുറേ ദൂരം നടന്ന് ഫ്രണ്ടിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസും ഉണ്ടായിരുന്നു. അത് നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ കുറേ കാറ്റാടി അങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ളി കൺജസ്റ്റഡ് ആയിരുന്നു. ആക്ച്വലി ഭയങ്കര തിരക്കും എല്ലായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി ക്ലിഫിൻ്റെ അവിടോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇറങ്ങുമ്പം നല്ല ശാന്തമായിട്ടൊരു ബീച്ച് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഇവിടെയാണ് വന്നത്. ഇവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു, കുറേ നേരം മൈൻഡൊക്കെ റിലാക്സ് ചെയ്തു, കുറേ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു സൺസെറ്റിൻ്റെ ഒരു ഹാഫ് ഫുള്ള് നിൽക്കാൻ നമ്മൾ നിന്നില്ല. ഏകദേശം ഒരു സൺസെറ്റിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിച്ചതിന് ശേഷമാണ് വർക്കല നമ്മൾ ക്ലിഫിലേക്ക് നമ്മൾ പോകാനായിട്ട് വെച്ചത്. അങ്ങനെ നമ്മൾ സൺസെറ്റൊക്കെ ആസ്വദിച്ച് വർക്കല ക്ലിഫിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു മണ്ടേ എന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, ബീച്ചിൻ്റെ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ആക്ച്വലി നമ്മൾ ഇത് വർക്കല ക്ലിഫിലേക്ക് പോകുമ്പം ആ മണ്ടേന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ വർക്കല ക്ലിഫിലേക്ക് പോവാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള നൈറ്റ് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ആക്ച്വലി വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. വളരെ ആക്റ്റീവായിട്ട് നൈറ്റിൽ ഫുൾ ആക്റ്റീവായിട്ട് ഒരുപാട് കടകളും റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ വളരെ ലൈവായിട്ട് നൈറ്റ് ഒരു 2 മണി 3 മണി വരെയൊക്കെ വളരെ ലൈവായിട്ടിരിക്കുന്ന ഒരു സ്പേസാണ് ആക്ച്വലി വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും വർക്കലയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നൈറ്റ് തന്നെ പ്രിഫർ ചെയ്യേണ്ടതാണ്. നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് വർക്കലയിൽ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ നൈറ്റ് ലൈഫ് അവിടെ കുറേ സമയം എൻജോയ് ചെയ്തു. ഒരുപാട് റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ കയറി. ഒരുപാട് ഫുഡുകളും നമുക്ക് ലൈവായിട്ട് ഫ്രഷ് മീനൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്കിപ്പോൾ ഏത് മീനാണോ വേണ്ടത് നമുക്ക് ലൈവായിട്ട് അവർ വറുത്ത് തരും. അതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മീൻ വറുത്ത് നമ്മളങ്ങനെ ഫ്രഷായിട്ട് കുറച്ച് മീനെയൊക്കെ നമ്മളവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ചെറിയ ക്ലിപ്സുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈവായിട്ട് വർക്കലയിൽ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സീ ഫുഡ് കോർട്ടാണിത്. ആക്ച്വലി നമ്മൾ ഒന്ന് കറങ്ങി തിരിച്ചു വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലിപ്സ് നമ്മൾ മേടിച്ച ഐറ്റംസും അതിൻ്റെ റേറ്റും ഒക്കെ പറഞ്ഞ ഒരു ചെറിയ ക്ലിപ്പും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് ഇങ്ങനെ നമുക്ക് ബീച്ചിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഡ്രസ്സസും ഒരുപാട് ഇങ്ങനെ നമ്മുടെ മാല അങ്ങനെയുള്ള സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഒരുപാട് ഇങ്ങനെ നമുക്ക് കിട്ടും. ചില സ്റ്റോണുകൾ, ഭയങ്കര വിലയേറിയ സ്റ്റോണുകൾ, എനിക്ക് ടൂറിസ്റ്റ് ആൾക്കാരെയാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഡ്രസ്സിനൊക്കെ വലിയ വിലയൊന്നുമില്ല കേട്ടോ. 300-400 റേറ്റിനൊക്കെ നല്ല ഈ ബീച്ച് സൈഡിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഡ്രസ്സൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെയുള്ളവർ മാലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ സ്പെഷ്യൽ സ്റ്റോൺ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പുള്ള മാലകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 200-300 റേറ്റിനൊക്കെ വരെയും മാലകളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ബാഗുകൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. വളരെ ലൈവായിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മൾ ഈ ഓണം വെക്കേഷനായിട്ട് വേറെ കുറച്ച് സ്പോട്ടുകളും നമ്മൾ കണ്ട കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇനി തുടർന്നുള്ള വീഡിയോസിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ വർക്കല ക്ലിഫിലൂടെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുകയാണ്.
ഇതിൻ്റെ കുറച്ച് ലെങ്തി വീഡിയോ ആണ് ആക്ച്വലി കേട്ടോ. കാരണം നമ്മൾ നൈറ്റ് ഒരു ഫുൾ ഡേ നൈറ്റ് നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ സ്പീഡിലാണ് വീഡിയോ ക്യാപ്ചർ ചെയ്തത്. വളരെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് മാത്രമേ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ക്യാപ്ചർ ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പം കുറച്ച് ലെങ്തി വീഡിയോ ആയി പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും നമുക്കിവിടെ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസും നമുക്കിവിടെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമേ. നല്ല റേറ്റുമാണ് ആക്ച്വലി, അത്യാവശ്യം നല്ല റേറ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസിനൊക്കെ നല്ല റേറ്റാണ് ആക്ച്വലി. ടൂറിസ്റ്റ് ആൾക്കാരെയൊക്കെ ഫോക്കസ് ചെയ്ത് അവർ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം. ഇനി നമ്മൾ കുറേ ദൂരം ഫ്രണ്ടിലേക്ക് നടന്നു കഴിയുമ്പോൾ നമുക്ക് താഴെ ഒരു ഇറങ്ങാനൊക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു ബീച്ചുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കടകളെല്ലാം തന്നെ മലയാളീസിൻ്റെ അല്ല, മറ്റുള്ള ആൾക്കാരുടെയാണ് കേട്ടോ. പിന്നെ ഇതിനുള്ളിൽ തന്നെ റിസോർട്ടുകളൊക്കെ ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക്. ഇങ്ങനെ മുകളിൽ നിന്നുള്ളൊരു ബീച്ചിൻ്റെ വ്യൂ എന്ന് പറയുന്നതും വളരെ മനോഹരമായിരുന്നു. ഏകദേശം നൈറ്റായി, അതിൻ്റെ പിന്നെ ചെറിയൊരു ലൈറ്റ് അവർ ഇട്ടിരിക്കുന്ന ലൈറ്റിൻ്റെ വെട്ടത്തിൽ നമുക്ക് ആ ബീച്ചിൻ്റെ വ്യൂ എന്നൊക്കെ പറയുന്നത് ഒരുപാട് മനോഹരമായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സൂപ്പറാണ്. ഓരോ റെസ്റ്റോറൻറ്റുകാരും അവരുടേതായ രീതിയിൽ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അത്ര മനോഹരമായിട്ടാണ് അവരത് ചിത്രീകരിച്ചിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലുള്ള സെറ്റപ്പിൽ വളരെ മനോഹരമായിട്ട് ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ താഴെ ഇറങ്ങിയെന്ന് പറയുന്ന ബീച്ച്. നമ്മൾ ഏറ്റവും എൻഡിലേക്ക് വർക്കല ക്ലിഫിലൂടെ നടന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ താഴെ ഇറങ്ങാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ബീച്ചുണ്ട്. നമ്മൾ അവിടെയും കുറേ സമയം സ്പെൻഡ് ചെയ്തിരുന്നു. നമുക്ക് കാരണം നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മുമ്പേ കണ്ടെടുത്തേ. പിന്നെ നമ്മളവിടെ ഫ്രഷ് ആയിട്ടുള്ളൊരു മീൻ നമ്മൾ മേടിച്ച് നമ്മളത് അവരോട് പറഞ്ഞ് തവ ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബീഫ് കറി മേടിച്ചു. അതുപോലെ തന്നെ നാൻ ആണ് അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് മേടിച്ചിരുന്നത്. ആ മീൻ വറുത്തതിൻ്റെ കൂടെ തന്നെ അവർ നമുക്ക് സാലഡും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ തരുമായിരുന്നു. അതൊക്കെ ആ ഒരൊറ്റ മീനിൻ്റെ റേറ്റിനുള്ളിൽ തന്നെ വരുന്നതാണ്, സാലഡും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ മീൽസാണ് നാനും അതുപോലെ ഇതും ബീഫ് കറിയും കൂടെ മേടിച്ചു. നമ്മളിവിടെ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും വളരെ റിലാക്സ്ഡ് ചെയ്തിരുന്ന നല്ല പാട്ടൊക്കെ പാടിത്തരുന്ന ലൈവായിട്ട് പാട്ടൊക്കെ പാടിത്തരുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അവർ പറഞ്ഞാൽ ലൈവായിട്ടാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഫീൽ ചെയ്യുന്നത്. അപ്പം ആരെങ്കിലും വർക്കല വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നൈറ്റ് ലൈഫാണ് വർക്കലയിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മൾ അങ്ങനെ നൈറ്റ് ലൈറ്റ് ഇവിടെ എൻജോയ് ചെയ്ത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വർക്കല വിടുകയാണ്. പോകുന്ന വഴി നമ്മൾ കണ്ടൊരു ചർച്ചാണ്, ഒരു കടലിൻ്റെ അടുത്ത് കരയിൽ തന്നെയുള്ള ഒരു ചർച്ചാണിത്. വളരെ അത്ഭുത മാതാവിൻ്റെ കാശിരൂപമുള്ള ഒരു താഴമ്പള്ളി എന്ന് പറയുന്നൊരു ഏരിയ ആയിരുന്നു ഇത്. ഇവിടെ നമ്മളൊരു മിഷൻ കണ്ടു. അതായത് നമ്മുടെ കടലിനകത്തുള്ള മണ്ണ് കുഴിച്ച് കരയിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് ഭയങ്കര ശക്തമായിട്ടുള്ള തിരയടിക്കുന്ന സ്ഥലത്ത് നിന്നും മണ്ണ് മാറ്റി അവിടെ കുഴി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ശക്തത കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു മിഷനാണ് ആക്ച്വലി ഇത്. മണ്ണ് നമുക്ക് ഈ കടലിനകത്തുനിന്ന് മണ്ണിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മിഷനാണ്. എന്നിട്ട് അവിടെ ആഴം കൂട്ടും, അതനുസരിച്ച് നമുക്കപ്പോൾ അവിടുത്തെയുള്ള ആ ഒരു തിരയുടെ ശക്തി കുറയ്ക്കുന്ന അങ്ങനെ എന്തോ ആണ് എന്നവർ പറയുന്നത് കേട്ടത്. അങ്ങനെ നമുക്ക് ആ ചർച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ള ബീച്ചിൽ നമ്മൾ കുറേ നേരം എക്സ്പ്ലോർ ചെയ്തു. ഒരുപാട് ആൾക്കാർ അവിടെ മീൻ പിടിക്കാനൊക്കെ നിൽപ്പുണ്ടായിരുന്നേ. ഇന്നത്തെ നമ്മുടെ നോർമൽ ചൂണ്ടയല്ല, അതുപോലെ വേറെന്തോ ഒരു സ്പെഷ്യൽ രീതിയിലാണ് അവർ ഇഷ്ടംപോലെ മീനെ അവർക്ക് കിട്ടുന്നുമുണ്ടായിരുന്നേ. അവർ നമ്മളെ ചൂണ്ടയൊക്കെ പരിചയപ്പെടുത്തിയത് നല്ല റേറ്റുള്ള ചൂണ്ടയാണ് ആക്ച്വലി. ഓരോ മീനെയും ആകർഷിക്കാൻ വേണ്ടി ഓരോ തരത്തിലുള്ള ഒരു ചൂണ്ടയുടെ കൊളുത്താണ് അവർ യൂസ് ചെയ്യുന്നത്. കുറേ സമയം നമ്മളവിടെ മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ നിന്ന് അവർക്ക് കുറേ മീനെയൊക്കെ കിട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ നമ്മൾ കുറേ സമയം നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു. എന്താണെങ്കിലും ഒരു മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആക്ച്വലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ ബീച്ച് എന്ന് പറയുന്നത്. നമ്മളിവിടെ കുറേ സമയം നിന്നാലും വളരെ മനോഹരമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചിൻ്റെ സൈഡായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം രാവിലെ നമ്മൾ വർക്കലയിൽ നിന്ന് റിസോർട്ടൊക്കെ എടുത്ത് അതൊന്ന് വെക്കേറ്റ് ചെയ്ത് വന്ന് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ഇവിടെ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. നല്ല
അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ നമ്മൾ പോയിട്ടുള്ള വേറെ കുറച്ച് ഓണം വെക്കേഷനായിട്ട് പോയിട്ടുള്ള ഉടനെ തന്നെ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ബീച്ചിൻ്റെ സൈഡിൽ നമ്മൾ ജെല്ലി ഫിഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പിടിക്കാൻ പോയില്ല, കൈ ചൊറിയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനെ പിടിക്കാനൊന്നും പോയില്ല. വളരെ ക്ലീനായിട്ട് നീറ്റായിട്ട് കിടക്കുന്ന ബീച്ചായിരുന്നു കേട്ടോ. നമ്മൾ കുറേ സമയം നമ്മൾ ഇവിടെയും സ്പെൻഡ് ചെയ്തു. കുറച്ച് വെയിലുള്ള സമയമായിരുന്നു. ഏകദേശം ഒരു 10-11 മണി ആയപ്പോഴാണ് നമ്മൾ ശരിക്കും ഈ താഴമ്പള്ളിയുടെ അടുത്തുള്ള ബീച്ചിലേക്ക് എത്തുന്നത്. പിന്നെ പള്ളിയിൽ നമ്മൾ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അത്ഭുത മാതാവെന്ന് പറയുന്ന ഒരു അത്ഭുത കാശുരൂപമുള്ളൊരു മാതാവിൻ്റെ ഒരു രൂപമൊക്കെ ആയിരുന്നു അവിടെ വെച്ചിരുന്നത്. നമ്മളതിൻ്റെ കുറച്ച് എന്താണ് ആ പള്ളീനെക്കുറിച്ചുള്ള ശാസ്ത്രം എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമ്മൾ ലാസ്റ്റ് എൻഡ് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനൊരു മാതാവിൻ്റെ നെറ്റിയിലൊരു അത്ഭുത കാശുരൂപം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രൂപമൊക്കെ കാണുന്നത്. പിന്നെ അന്തോണീസ് പുണ്യാളച്ചൻ്റെ ചെറിയൊരു ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്ന ഈ മാതാവാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള. അതിൻ്റെ കുറച്ച് ശാസ്ത്രമൊക്കെ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.